HDFCയിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉള്ള ലിമിറ്റ്, അതായത് മേ ബി 1 lakh ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിലവിൽ 1 lakh ആണെന്നുണ്ടെങ്കിൽ 1 lakhന് അപ്പുറം നിങ്ങൾക്ക് ആ ഒരു കസ്റ്റമർക്ക് ഒരു ദിവസം മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് തേർഡ് പാർട്ടി ട്രാൻസ്ഫർ ലിമിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് മുകളിൽ ഫണ്ട്സ് ട്രാൻസ്ഫറിൽ വന്നതിന് ശേഷം ഇവിടെ റിക്വസ്റ്റിൽ താഴെ മോഡിഫൈ TPT ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മോഡിഫൈ TPT ലിമിറ്റ് അടിക്കുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതായത് ഒരാൾക്ക് 2 ലക്ഷമാണ് എനിക്ക് പരമാവധി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന തുക. അപ്പോൾ ഇവിടെ സെലക്ട് ന്യൂ ലിമിറ്റ് എന്നുള്ളിടത്ത് എനിക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഒത്തൻറ്റിക്കേഷൻ മെത്തേഡാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ OTP മൊബൈലിലേക്കും ഇമെയിലിലേക്കും വരുന്ന രീതിയിലാണ് ഇത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അതല്ലാത്ത മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും 1 ടൈം പാസ്വേഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്നത് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും OTP വരുന്നത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട്സ് ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ട്രാൻസ്ഫർ, അതായത് HDFC ബാങ്കിനകത്ത് തന്നെയുള്ള മറ്റൊരു ബെനിഫിഷ്യറിക്കാണ് നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നടക്കും. പിന്നെ NEFT ചെയ്യാനും RTGS ചെയ്യാനും വിസ കാർഡ് പേ വഴി പേയ്മെൻറ്റ് ചെയ്യാനും ഒരു മെർച്ചൻ്റ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ടും തേർഡ് പാർട്ടി ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ് ചെയ്യാനായിട്ടൊക്കെയുള്ള ട്രാൻസ്ഫർ ലിമിറ്റാണ് ഇതുവഴി കൂടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർക്ക് മിനിമം ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപ സെൻഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു കസ്റ്റമറിന് മാക്സിമം നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്ന TPT ലിമിറ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൺഫേം കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ IDക്ക് വന്നിട്ടുള്ള OTPയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിന് നേരെ മൊബൈലിൻ്റെ OTPയും ഇമെയിൽ IDയുടെ നേരെയായിട്ട് ഇമെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള OTPയും എൻ്റർ ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ TPT ട്രാൻസ്ഫർ ലിമിറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്.